യഥാർത്ഥ പ്രതികളല്ലേ? ഇല്ല, യഥാർത്ഥ പ്രതികളല്ല, പാവം പിള്ളേരാ. ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒന്നിനും പോകാത്ത പിള്ളേരാ. അവരെങ്ങനെ വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെട്ടത്? ഇവർ കണ്ടപ്പം പിന്നെ നമ്മളെ സ്വന്തം പെങ്ങളല്ലേ ഇത്, ചേച്ചിയുടെ പിള്ളേരാണല്ലോ. അപ്പം സ്വന്തം പിള്ളേരായത് കാരണം ഇവർ ഒരു നാണക്കേടുള്ളൂ. കണ്ണൂർ സ്വദേശിയായ റസീന എന്ന് പറയുന്ന ഒരു സ്ത്രീ സദാചാര ചോദ്യങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്തൊരു സംഭവം നിങ്ങളെല്ലാവരും കേട്ട് കാണുമായിരിക്കാം. 21 വയസ്സ് പ്രായമുള്ള ഒരു പയ്യനുമായിട്ട് കാറിലിരുന്ന് സംസാരിക്കുന്നു. അത് കണ്ട് നാട്ടിലെ കുറച്ച് സദാചാര ആൾക്കാർ വന്നിട്ട് ഇവരെ തടഞ്ഞു വെക്കുകയും ഇവരെ 5 മണിക്കൂറോളം നീണ്ട് ഇവരെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തതിന്റെ പേരിൽ ആ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ത്രീയുടെ ആത്മഹത്യ കുറിപ്പിനകത്ത് വളരെ വ്യക്തമായിട്ട് ഈ ഒരു കാര്യം എഴുതി വെച്ചിട്ടുമുണ്ട്. നിലവിൽ ഈ 3 സദാചാര ആൾക്കാരെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ ഈ റസീന എന്ന് പറയുന്നത്, അതായത് ആത്മഹത്യ ചെയ്ത ആ റസീനയുടെ ഉമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു. ഒരിക്കലും ഈ 3 പേര് കാരണമൊന്നും അല്ല ആ ഒരു പെൺകുട്ടി മരിച്ചത്, അതിന് വേറെ കുറച്ച് കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആ 21 വയസ്സുകാരൻ പയ്യനാണ് ഇതിന്റെ പ്രധാന കാരണം. അവനുമായിട്ട് ഒരുപാട് നാളത്തെ റിലേഷൻഷിപ്പിലായിരുന്നു. അവൻ ഈ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് സ്വർണവും കാര്യങ്ങളും എല്ലാം തട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഈ ഉമ്മ വന്ന് ഇപ്പൊ സംസാരിക്കുന്നത്. എന്തായാലും നമുക്ക് വാർത്തയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. യഥാർത്ഥ പ്രതികളല്ലേ? ഇല്ല, യഥാർത്ഥ പ്രതികളല്ല, പാവം പിള്ളേരാ. ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒന്നിനും പോകാത്ത പിള്ളേരാ. അവരെങ്ങനെ വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെട്ടത്? ഇവർ കണ്ടപ്പം പിന്നെ നമ്മളെ സ്വന്തം പെങ്ങളല്ലേ ഇത്, ചേച്ചിയുടെ പിള്ളേരാണല്ലോ. അപ്പം സ്വന്തം പിള്ളേരായത് കാരണം ഇവർ ഒരു നാണക്കേടുള്ളൂ കാരണം ഇനി എന്താ ഇവിടെ കൂടെ കാണുന്നു ചോദിച്ചു. അപ്പം പറഞ്ഞു പിന്നെ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് രണ്ടാളും പറഞ്ഞ്. എൻ്റെ ഒരു മോളൊരു വെറും പാവം മോളായിരുന്നു. കൂടുതലായിട്ട് ആരോടും സംസാരിക്കുകയില്ല. ഇത്രയ്ക്ക് പാവം മോളായിരുന്നു. മറ്റേ ആവശ്യമില്ലാത്ത കൂട്ടുകാരോ ഒന്നുമില്ലാത്തൊരു മോളാണ്. കുറച്ച് കാലം പിയാപ്പിളാന്ന് അത്രയ്ക്ക് നല്ലൊരു പിയാപ്പിളയായിരുന്നു. വളരെ ഡീസൻ്റുള്ള ദീനിയായിട്ടുള്ളതും ഉള്ള എന്ത് കാര്യവും സാധിച്ചു കൊടുക്കുന്നൊരു പയ്യനുമായിരുന്നു. അപ്പം അവർ കുറച്ച് നാളായിട്ട് അവനെ വെറുത്തിരിക്കുക. പിന്നെ ചെക്കനുമായിട്ടുള്ള ഇതിപ്പോൾ 3 വർഷമായി പോലെ ഒന്ന് ഇപ്പം നമ്മൾ അറിയുന്ന ഒരാഴ്ചയായിട്ടുള്ളൂ അറിഞ്ഞിട്ട്. അപ്പോൾ ഈ ഉമ്മ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാറിലിരുന്ന് സംസാരിച്ച ആ ഒരു പയ്യനുമായിട്ട് റസീന 2-3 വർഷമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു എന്നാണ് പറയണത്. എന്നാൽ റസീന കല്യാണം കഴിച്ചിട്ടുണ്ട്, 2-3 മക്കളുണ്ട്. എന്നിട്ടാണ് ഈ ഒരു പരിപാടിക്ക് പോയിരിക്കുന്നത്. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ റസീനെ ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റത്തില്ല. കാണിച്ചത് അങ്ങേയറ്റം ചെറ്റത്തരമാണ്. ശരിക്കും ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യരും സഹിക്കത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും പ്രത്യേകിച്ച് ആ ഒരു ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പോലും ശരിക്കും ഇങ്ങനെ ഒരു റിലേഷനിലോ കാര്യങ്ങൾക്കോ നിങ്ങൾക്ക് പോകണമായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് അവരെ ഡിവോഴ്സ് ചെയ്യായിരുന്നു, അല്ലേ? അയാളെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിലേഷനിൽ നിങ്ങൾക്ക് പോവാം. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഈ ഉമ്മ പറയുന്നതനുസരിച്ച് അവർ ഈ അടുത്താണ് ഈ ഒരു വിവരം അറിഞ്ഞതെന്നാണ് പറയണത്. എന്തായാലും ബാക്കിയൂടെ കേൾക്കാം. അറിഞ്ഞിട്ടപ്പം ഇഷ്ടംപോലെ സ്വർണ്ണമൊക്കെ ഉണ്ടായി. 30-40 പവനും കൊടുത്ത് കെട്ടിച്ചതാ. അപ്പം സ്വർണ്ണമില്ല, കുറേ കുറേ കടം വന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ മക്കൾ ചെറിയ 3 പിള്ളേരല്ലേ, എനിക്ക് നോക്കാൻ കഴിയില്ലല്ലോ. അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യൂ? മക്കളും എല്ലാം വളരെ പാവം മക്കളുമാണ്. അപ്പം നമുക്ക് നീതി കിട്ടണം. ഇതിൽ നാളെ കേസ് കൊടുക്കാൻ പോന്ന പരാതി തന്നെ. ശരിക്കും ഈ ഉമ്മ പറയുന്ന അനുസരിച്ച് ഈ ഒരു പയ്യനാണ്, അതായത് ആ 21 വയസ്സ് പ്രായമുള്ള ആ ഒരു പയ്യനാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. അവൻ കുറേ നാളായിട്ട് ഈ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് പണവും സ്വർണവും എല്ലാം തട്ടിയെടുക്കുമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ഉമ്മ പറയണത്. പക്ഷേ ഈ ആത്മഹത്യ കുറിപ്പിനകത്ത് ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. ആ ഒരു പയ്യനെ പറ്റി മോശമായിട്ട് ഒരു രീതിയിലും എഴുതി വെച്ചിട്ടില്ല. പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഈ സദാചാര ആൾക്കാരെ തുടർന്നാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെയാണ് ആത്മഹത്യ കുറിപ്പിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഉമ്മ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല. ഇതിനകത്ത് ആ ഒരു പയ്യനെയും കൂടെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യത്തിനൊക്കെ വ്യക്തതകൾ കിട്ടും. നമ്മളെ മോളൊക്കെ നഷ്ടപ്പെട്ടില്ലേ? നമുക്ക് ഒറ്റ മോളേ ഉള്ളൂ, ഒരു മോളും ഒരു മോനുമാണ്. അപ്പോൾ അതിൽ നമുക്ക് വളരെ പരാതിയുണ്ട്. നമ്മൾ നാളെ പോയിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ട്. നമ്മളെ വക്കീലിനെ കാണുന്നുണ്ട്. മോക്കോ മോളെ ഒരു വിഷമം നമ്മളെ അടുത്ത് അങ്ങനെ കാണിക്കാറില്ല. തുറന്നൊന്നും സംസാരിക്കില്ല. ഈയിടെയായിട്ട് തുറന്നൊന്നും പറയില്ല, ഒരു കാര്യവും പറയാറില്ല. ചെക്കനുമായിട്ട് കൂട്ടുകെട്ട് എൻ്റെ തിരികെ നമ്മളൊന്നും കണ്ടുകൂടാ കുറച്ച് നാളായി. ഇപ്പോൾ നമ്മളതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ ഇവനുള്ളത്. ഇവൻ അവിടെ വരുന്നുണ്ട്. ഇതൊക്കെ ഇപ്പം 2 ദിവസം കൊണ്ട് നമ്മൾ അറിഞ്ഞ സംഭവം. അതിൽ കൂടുതൽ എന്താ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളെ മോക്ക് നീതി കിട്ടണം.
പണവും സ്വർണ്ണമൊക്കെ നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടു. എങ്ങനെ മനസ്സിലാക്കിയത്? അതൊന്നും ഒന്നുമില്ലല്ലോ. കടമുണ്ട്, കടക്കാരപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നെല്ലാം വിളിക്കുന്നുണ്ട്. ഒരു കുറി നടത്തിയിട്ടുണ്ട്. ഇപ്പം അവള് വീട്ടിൽ നിന്ന് തന്നെ ചെറിയൊരു കുറി ആയിട്ടുണ്ട്. ഇനി ഈ സംഭവം നടന്ന സ്ഥലത്തെ നാട്ടുകാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇവരെന്തോ മോശ സാഹചര്യത്തിൽ കണ്ടതിൻ്റെ പേരിലാണ് അവർ ചെന്ന് ചോദ്യം ചെയ്തു എടുത്തതെന്നല്ല. മോശ സാഹചര്യം എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് രണ്ടുപേരും കാറിൽ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് ഒരു മോശ സാഹചര്യം എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നിയതും അവർ പോയി ക്വസ്റ്റ്യൻ ചെയ്ത് 4-5 മണിക്കൂറോളം അവിടെ തടഞ്ഞു വെക്കുകയും അവർ പയ്യനെ എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ശരിക്കും ഇവർ പറയുന്നതനുസരിച്ച് ആ ചെറുക്കൻ ഇത്രയും വലിയൊരു കള്ളനാണെങ്കിൽ ഇവരുടെ ആ ഒരു ആത്മഹത്യ കുറിപ്പിനകത്ത് എല്ലാ കാര്യങ്ങളും എഴുതി വെക്കത്തില്ലേ? പ്രത്യേകിച്ച് ഈ ഒരു ആത്മഹത്യ കുറിപ്പ് എടുത്തത് ഇവരുടെ ശരീരഭാഗത്ത് നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇവർ ഈ ഒരു ശരീരഭാഗത്ത് ഈ ഒരു കുറിപ്പ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്? അപ്പോൾ ഒരു പക്ഷേ ഇത് വീട്ടുകാർക്ക് കിട്ടണ്ട എന്നുള്ള പേരിലാണോ എന്നും അറിയത്തില്ല. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ദുരൂഹതകൾ കിടപ്പുണ്ട്. ഇനി ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നലെ വന്ന വാർത്ത ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതെ അനൂപ്, കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം. കഴിഞ്ഞ ഞായറാഴ്ച ഈ കായലോട് ഭാഗത്ത് ഈ യുവതിയുടെ സുഹൃത്തും കാറിനരികിൽ നിന്ന് ഒരുമിച്ച് സംസാരിക്കുന്നു. ആ സമയത്ത് അവിടേക്ക് എത്തിയ കുറച്ചുപേർ ഈ രണ്ടുപേരെയും പിടിച്ച് ചോദ്യം ചെയ്യുന്നു. എന്താണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന രീതിയിലുള്ള സദാചാര ചോദ്യം ചെയ്യലിന് ഈ രണ്ടുപേരും വിധേയരാവുകയാണ്. ഈ റസീന എന്ന് പറയുന്ന യുവതിയുടെ സുഹൃത്തും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനുശേഷം ഈ യുവതിയെ ഇവർ വഴക്കു പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും അതിനുശേഷം ഈ യുവാവിനെ ഇവർ കൂട്ടിക്കൊണ്ടുപോയി അടുത്തുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. എന്താണ് സംഭവിച്ചത്, എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഏത് തരത്തിൽ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഈ സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്തു. അതിനുശേഷം ഇയാളുടെ കയ്യിൽ നിന്നും ടാബും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു. അത് പരിശോധിച്ചു. അതിലെ മെസ്സേജുകളടക്കം എല്ലാ രീതിയിലുള്ള പരിശോധന, അത് 5 മണിക്കൂറോളം നീണ്ടു നിന്ന രീതിയിലാണ് ഈ ആൺ സുഹൃത്തിനെ ഈ ആളുകൾ ചേർന്ന് പരിശോധന നടത്തിയത്. ഈ ഒരു വാർത്ത പറയുന്നൊരു കാര്യം നിങ്ങൾ കേട്ടില്ലേ? അതായത് ആ പയ്യനെ പിടിച്ചുകൊണ്ട് പോയി 4-5 മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ട് ടാബും മൊബൈലും എല്ലാം പിടിച്ചെടുത്തിട്ട് ഇവർ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ആ ചെറുക്കനെ വിട്ടയക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പോലീസുകാരെന്തെങ്കിലും ആണോ? ആ കാറിനകത്ത് എന്തെങ്കിലും മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ കണ്ടെങ്കിൽ ഇവർക്ക് പോലീസുകാരെ വിളിക്കാം. ഇത് മോശമായിട്ടുള്ള സാഹചര്യത്തിൽ കാറിനകത്ത് കണ്ടു എന്നും പറഞ്ഞ്, അല്ലാതെ രണ്ടുപേരും കാറിനകത്ത് ഇരിക്കുന്നു എന്ന് വെച്ചിട്ട് ഇവരെ തടങ്കലിലാക്കുകയും ഇത് ചോദ്യം ചെയ്യുകയും ഇത് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആർക്കാലും മാനസിക ബുദ്ധിമുട്ടുകളുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനി ഒരു പക്ഷേ ഈ ഒരു ലേഡിയുടെ വീട്ടുകാരെങ്ങാനുമാണോ ഇനി ഇവരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്? അതായത് ആ ഒരു ചെറുക്കൻ ഇവിടെ വല്ലതും വരികയോ എടുക്കുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് അന്വേഷിക്കണേ, ഇവരെ ഒന്ന് പിടിക്കണേ എന്ന് വല്ലതും പറഞ്ഞ് ഇവരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നും അറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ കാറിലിരുന്നതിൻ്റെ പേരിൽ ഇവരെ എടുത്തുകൊണ്ട് പോയിട്ട് 4-5 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ ഇവർക്ക് ആരാണ് പെർമിഷൻ കൊടുത്തത്? അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അതിന് അവരെ പിടിച്ചുകൊണ്ട് പോവുക, അവരെ കൊണ്ടുവന്ന് തടങ്കലിൽ വെച്ചിരിക്കുക, എന്നിട്ട് ആ ചെറുക്കനെ എടുത്തിട്ട് അടിക്കുക, അതൊക്കെ ആ ഒരു കാര്യത്തിനകത്തോട്ടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. നമുക്കൊന്നും നിയമങ്ങൾ കൈയെടുക്കാൻ പറ്റത്തില്ല. അവർക്ക് അത്ര മോശമായ സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ പോലീസിനെ ഇൻഫോം ചെയ്യാം. അതാണ് അതിനകത്ത് ചെയ്യേണ്ടത്. അല്ലാതെ 5 മണിക്കൂറൊക്കെ ഒരാളെ തടഞ്ഞു വെക്കേണ്ട അവകാശം ഇവർക്ക് ആർക്കും ഇല്ല. അങ്ങനെ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്തതോടെ ഈ സ്ത്രീക്ക് ഇത് വലിയ രീതിയിലുള്ള മനോവേദനയാവുന്നു. അങ്ങനെ ഇവർ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പിലാണ് ഈ ആളുകളുടെ പേര് പരാമർശിക്കുന്നത്. അതിലിപ്പോൾ 3 പേരെയാണ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തതായി മനസ്സിലാവുന്നത്. 3 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടാണുള്ളത്. ഈ 40 വയസ്സുകാരിയായ യുവതിയാണ്. ഈ യുവതി കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ എത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ശേഷം പിതാവിന്റെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കേട്ടല്ലോ, പിതാവിന്റെ പരാതിയിലാണ് കേസ് എടുത്തേക്കുന്നത് എന്ന് പറയുന്നത്. എന്നാൽ ആ ഉമ്മ വന്ന് പറയണത് ഈ 3 പേരും നിരപരാധികളാണ് എന്നാണ് പറയണത്. അത് മാത്രമല്ല, ആത്മഹത്യ കുറിപ്പിനെ പറ്റിയിട്ട് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അതായത് യുവതി വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ 3 പേരുടെ പേര്. ഇവർ കാരണമാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇതിനകത്ത് പിന്നെ എന്താണ് നമ്മൾ പറയേണ്ടത്? അപ്പോൾ ഇതിനകത്ത് തന്നെ വ്യക്തമാണ് ഇവരാണ് ഇതിന്റെ മെയിൻ റീസൺ എന്ന്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ആ ഒരു പയ്യൻ കാരണമാണെന്ന് നമുക്ക് എവിടെയും പറയാൻ പറ്റത്തില്ല. മമ്പറം സ്വദേശികളായ 3 പേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇത് പ്രാദേശിക SDPI പ്രവർത്തകരാണ് എന്ന് മനസ്സിലാവുന്നു. ഇവരുടെ നേതൃത്വത്തിലാണ് ഈ യുവാവിനെയും യുവതിക്കുമെതിരെ സദാചാര രീതിയിൽ ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. അനൂപ്, വിനു, റഫാൻ, മുബഷീർ, ഫൈസൽ എന്നീ 3 പേരെയാണ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് SDPI പശ്ചാത്തലമുള്ളവരാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഈ യുവാവും മയ്യിൽ സ്വദേശിയ യുവാവ് അവരുടെ സുഹൃത്തായ യുവതിയുമായി കായലോട് ഭാഗത്ത് സംസാരിച്ചിരുന്നതിന്റെ പേരിൽ വലിയ വിചാരണയാണ് ഇവർക്ക് നേരെ ഉണ്ടായത്. 5 മണിക്കൂറോളം നേരം ഈ യുവാവിനെ കസ്റ്റഡിയിൽ വെച്ച്, തടവിൽ വെച്ച് ഇവർ അവരുടെ ഫോണ്, ടാബ് ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നു, സന്ദേശങ്ങൾ പരിശോധിക്കുന്നു. ഇതൊക്കെയാണ് ഉണ്ടായത്. പോലീസ് പറയുന്നത് ഈ യുവതിയും യുവാവും പരിചയക്കാരാണ്, സുഹൃത്തുക്കളാണ്. ഈ യുവാവ് കാറുമായി അവിടെ വരുന്നു, ഈ യുവതിയും അവരെ കാറിനടുത്തിരുന്ന് സംസാരിക്കുന്നു. ഇത് കണ്ട ഈ പ്രദേശത്തുകാർ തന്നെയായ ഈ 3 പേർ ആണ്. 3 പേരുള്ളതെന്നാണ് പോലീസിന് ഇപ്പോൾ ഉള്ള വിവരം. ഇവരിത് ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം യുവതിയെ ഇവരുടെ ബന്ധുവിനൊപ്പം വീട്ടിലേക്ക് അപ്പോൾ തന്നെ പറഞ്ഞേക്കുന്നു. അതിനുശേഷം യുവാവിനെ ഇവർ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ പറമ്പായിലുള്ള SDPI ഓഫീസിലേക്കും യുവാവിനെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പോലീസിൽ നമ്മൾ അറിയുന്നത്. അവിടെ ഓക്കെ, SDPI ഓഫീസിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ചോദ്യം ചെയ്ത്, യവന്മാർ ആരാണ്? ഇവന്മാർക്ക് ആരാണ് നിയമം കയ്യിൽ കൊടുത്തേക്കുന്നത്? SDPI പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ആരാ?
അവന്മാർ കോടതി കാണുവാണോ അല്ല പോലീസുകാരൻ കാണുവാണോ? അതൊക്കെ എന്ന് പറഞ്ഞാൽ തെമ്മാടത്തരം. അതിനൊന്നും ഒരു കാരണവശാലും ഈ ഒരു കാര്യത്തിനകത്ത് യോജിക്കാൻ പറ്റത്തില്ല. ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. ഈ ഒരു സ്ത്രീക്ക് ഓൾറെഡി ഒരു ഹസ്ബൻഡ് ഉണ്ട് അല്ലേ, അത് മാത്രമല്ല മക്കളും ഉണ്ട്. അപ്പം വേറൊരു ബന്ധത്തിലോട്ട് പോകുന്നതെന്ന് പറയുന്നത് അത് അതിലും വലിയൊരു തെറ്റാണ്. പക്ഷേ മരിച്ചു ഒരു സ്ത്രീയെ പറ്റിയിട്ട് നമ്മൾ ഇനി പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. ഓക്കെ, ഈ ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. ഒരിക്കലും ഒരു മനുഷ്യരനായിരിക്കാൻ പറ്റത്തില്ല. ആ ഉമ്മ വന്നിരുന്ന് പറയുന്നത് ഇവർ നല്ല പിള്ളേരാണ്, പാവങ്ങളാന്ന് പറയുന്നു, വേറൊരുത്തനെ കുറ്റം പറയുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ആ മരിച്ചുപോയ ലേഡി പറയുന്നു ഈ 3 പേര് കാരണമാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരു രീതിയിലും ഒരു മനുഷ്യരെയും ന്യായീകരിക്കാൻ പറ്റത്തില്ല. കേസ് കൊടുത്ത വ്യക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന റസീനയുടെ വാപ്പയാണ്. അതായത് പ്രധാനമായിട്ട് ഇവരുടെ പേരിൽ ഉൾപ്പെടെ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പുള്ളിക്കാരനാണ് ശരിക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ വന്നിരുന്ന് പറയേണ്ടത്. എന്തായാലും പറഞ്ഞിട്ട് ഇനി ഒരു കാര്യവുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭർത്താവ് പുറത്തൊരു രാജ്യത്തിരുന്ന് പോയി കഷ്ടപ്പെടുന്ന സമയത്ത് വെറുതെ അനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും റിലേഷൻഷിപ്പിലോ കാര്യങ്ങളൊക്കെ ചെന്ന് ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിനെ ആയിരിക്കും ഇതൊക്കെ ബാധിക്കാൻ പോകുന്നത്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ലതിക്കുള്ളൊന്നും പറയുന്നില്ല. ഞാൻ ഈ പറയുന്നത് എല്ലാവരെയും ചേർത്ത് പറയുന്നില്ല. എല്ലാ സ്ത്രീകളും അങ്ങനെയാണ് എന്നുള്ള രീതിയിലല്ല പറയണത്. ചില കുടുംബങ്ങളിൽ ഈ അടുത്ത് കണ്ടുകൊണ്ട് വരുന്ന ഒരു കാര്യങ്ങളാണ് നമ്മളൊക്കെ പറയണത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.